റിയൽ ലൈഫിൽ എനിക്കൊരു സിറ്റുവേഷനിൽ കിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സിങ്, ഈ ഒരു സംഭവം പാഷന് വിടാതെ ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് റിങ്ങിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ആ പ്രഷർ കാരണം ഇപ്പം ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റും. കേരളത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. പിന്നെ വീട്ടുകാർക്കാണെങ്കിലും സാറുമാരപ്പം വിടുമ്പോൾ ഭയങ്കര ധൈര്യമായിട്ട് വിടാം. ഇപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് ബോക്സിങ്. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 6ാം ക്ലാസ് മുതൽ മാർഷ്യൽ ആർട്സിലെ തൈക്കോണ്ടോയിൽ തുടങ്ങി ഫുട്ബോൾ, ടെന്നീസ് ബോൾ, ക്രിക്കറ്റ്, ഷൂട്ടിംഗ് ബോൾ, വുഷു, പെനാക്സിലാട്ടും കടന്ന് കിക്ക് ബോക്സിംഗിൽ 2ാം തവണ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എത്തി നിൽക്കുന്ന ഫാത്തിമ ദിൽനയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഫാത്തിമ ദിൽന ഈ പറഞ്ഞ ഇവന്റ്സുകളിലെ കേരള ടീം പ്ലെയറാണ്. കൂടാതെ MMA സ്റ്റേറ്റ് ചാമ്പ്യൻ കൂടിയാണ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? 6ാം ക്ലാസ് മുതലൊരു ജേണി, അതിൽ കുറെ ഇവന്റ്സുകൾ അല്ലെ, അതിലൊക്കെ കവർ ചെയ്ത് വന്ന് ഇപ്പൊ കിക്ക് ബോക്സിൽ എത്തി നിൽക്കുന്നു. എത്ര നാളായി കിക്ക് ബോക്സിംഗ് പരിശീലിക്കാൻ തുടങ്ങിയിട്ട്? കറന്റ് ഞാൻ 4 വർഷമായിട്ട് കിക്ക് ബോക്സിംഗ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവും? എന്റെ ജേണി ഒരു 6th സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഞാൻ ഓരോ കോമ്പറ്റീഷൻസ് പങ്കെടുത്തു. ദെൻ എനിക്ക് ഒരു കോച്ചിന്റെ അണ്ടറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഒരു ഫസ്റ്റ് ആയിട്ട് റിങ്ങിൽ ഇറങ്ങുന്നതും ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ എത്തുന്നതും. അതിനുശേഷം നമുക്ക് കുറെ ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകളൊക്കെ ചാൻസ് കിട്ടി. ദെൻ സ്കൂൾസ് വൈസ് ആണെങ്കിലും സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ്, നാഷണൽസ് അങ്ങനെ പോകാൻ പറ്റി. MMA സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ പറ്റി. വുഷു ഇറങ്ങി +2 വുഷു പാലക്കാട് ജില്ല ബെസ്റ്റ് ചലഞ്ചർ ആയിരുന്നു. ദെൻ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് കുറെ ക്ലബ് വൈസ് നടത്തുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊക്കെ അതിന്റെ സബ് ജില്ല, ജില്ല വൈസ് ഇപ്പൊ കിക്ക് ബോക്സിങ് നാഷണൽ ഒരു നാഷണൽ ചാമ്പ്യനാണ്. ഇപ്പൊ കറന്റ് ഞാൻ കിക്ക് ബോക്സിങ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരിക്കാണ്. ലാസ്റ്റിന്റെ പെനാക്സിലാട്ട് കഴിഞ്ഞു, അത് കേരള ഇന്ത്യ സെലക്ഷൻ കിട്ടി, അത് സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അങ്ങനെ ഈ ഒരു ജേണി അങ്ങനെ പോകണം. അവിടെ കറക്റ്റ് എനിക്ക് എത്ര ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്തു എന്ന് അറിയില്ല. ഇതിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അതുപോലെ +2 പഠിക്കുമ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ട്, മിച്ചു എന്നാണ് പേര്. ആളെ മീറ്റ് ചെയ്ത്, ആള് ബോക്സറാണ്. സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ ആളെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ബോക്സർ ഉണ്ട് എന്നുള്ള സംഭവം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഇവന്റുകൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലോ. സോ ഇവനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവന്റെ ഫൈറ്റ് ഒരു വട്ടം കാണാൻ എനിക്കൊരു ചാൻസ് കിട്ടി. ഭയങ്കര അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്ത് നിൽക്കണ എനിക്കും ബാക്കി പ്രേക്ഷകരെ പോലെ തന്നെ അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും എന്നൊക്കെ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ എല്ലാരും നെയ്യ് ഇറങ്ങിയൊക്കെ എന്നുള്ളൊരു സാധനം വന്ന് പിന്നെ ഇവനും ഭയങ്കര സപ്പോർട്ടായി. പിന്നെ അടുത്ത പ്രാവശ്യം സ്കൂൾസ് സബ്ജിലൊക്കെ നടന്നപ്പോ ഇവൻ ഇറങ്ങിയൊക്കെ കിട്ടിയാലോ നോക്കിയൊക്കെ ട്രൈ ചെയ്യാലോ എന്ന് പറഞ്ഞ്, അപ്പൊ ആളെ വാക്കുമ്പോ അങ്ങനെ ഇറങ്ങി. എന്റെ ലൈഫിൽ ഈ ഒരു ജേണിയില് വലിയൊരു റോൾ തന്നെ ആയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുന്നത് ആളാണ്. സോ അങ്ങനെയാണ് ഞാൻ അതിൽ വന്നത്. ആളെ ഫൈറ്റും ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ്. ഒരു ഡ്രീം എന്താണ് ഈ ഒരു ബോക്സിങ്, ഈ ഒരു സംഭവം പാഷന് വിടാതെ ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞാൻ BSc ന്യൂട്രീഷനാണ്, 2nd ഇയർ സ്റ്റുഡൻ്റ് ആണ് അൽഷിഫില്. സോ പുറത്ത് പോയി സെറ്റിൽ ആവണം. ഈ ഒരു ന്യൂട്രീഷനും അതേമാതിരി ജിമ്മ്, സ്പോർട്സ് സംഭവങ്ങളൊന്നും മാർഷൽ ആർട്സ് വിടരുത്. അത് വിടാതെ ഇങ്ങനെ ഒരു ലൈഫ് ജേണി കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം. ലക്ഷ്യം എന്താ ലൈഫിൽ? ഇപ്പൊ ഞാൻ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൽ മെഡൽ അടിക്കണമെന്നുണ്ട്. ഒരു വട്ടം ചാമ്പ്യൻ ആയതാണ്, അതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് കിട്ടുന്നില്ലത്. ദെൻ ഇൻഷാല്ലാ ഒരു ഇന്റർനാഷണൽ മാച്ചിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മെഡൽ അടിച്ചോ ഇല്ലയെന്നല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ട്. എത്ര ടൈം വേണം കിക്ക് ബോക്സിംഗ് പഠിച്ചെടുക്കാൻ? മിനിമം 3 to 4 വർഷം വരെ വേണം ഫസ്റ്റ് ആൻഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ 6 മന്തെങ്കിലും നമുക്ക് ബേസിക് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ടൈം വേണം. അത് കിട്ടിയൊരാൾക്ക് റിങ്ങിൽ ഫസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ ഒരു ബേസിക് സാധനം അറിയണമല്ലോ, അതിന് 6 മന്ത് എന്തായാലും എടുക്കും. പിന്നെ നല്ലൊരു ഫൈറ്റർക്ക് ഇതിൽ കിക്ക് ബോക്സിംഗിൽ സിലബസും സംഭവങ്ങളൊന്നും ഞാൻ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇനിയിപ്പോൾ നല്ലോണം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് റിങ്ങിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ സോ അതൊക്കെ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓരോ സ്റ്റുഡൻസിന്റെ സ്കിൽസിനും ഓരോ ടെക്നിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ്. ഈ ടൈപ്സ് ഓഫ് കിക്സ് ആൻഡ് പഞ്ച് അതൊക്കെ എങ്ങനെയാണ്? ഓരോ ഇതിൽ തന്നെ കിക്ക് ബോക്സിംഗിൽ തന്നെ 6 ടൈപ്പ് അങ്ങനെ ഓരോ ഇവന്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ ഇവന്റ്സിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ലൈക്ക് ഇപ്പൊ ഈ 6 ഇവന്റ്സിലും 6 ആയിട്ട് റൂൾസ് ഉണ്ട്. അപ്പൊ ഒന്നിൽ യൂസ് ചെയ്യുന്ന സംഭവം അടുത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ K1 നീ യൂസ് ചെയ്യുക, അത് വേറെ ഇവന്റിൽ പോയി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ അത് ഫൗളാണ്. അങ്ങനെയൊക്കെ ഓരോ ഇവന്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഓരോ കിക്സും പഞ്ചസും ഒക്കെ പോകേണ്ടത്. ഇപ്പൊ ഇതിൽ പ്രാക്ടീസ് ടൈം എങ്ങനെയാണ്? ഇപ്പൊ ഡെയിലി ക്ലാസ് അക്കാഡമിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കറക്റ്റ് എങ്ങനെ നടക്കുന്ന വെച്ചാൽ വീക്ക്ലി 3 days ആണ് ക്ലാസ്. സോ 2 hour
ക്ലാസ് നടക്കാറുണ്ട്. ഇപ്പൊ ഒരു ചാമ്പ്യൻഷിപ്പ് വരുന്ന ടൈമാണ് വെച്ചാല് രാവിലെ മോർണിംഗ് നമുക്കൊരു സെക്ഷൻ തരുന്നുണ്ട്, ഗ്രൗണ്ടിൽ നമ്മളെ കളിപ്പിക്കുന്നുണ്ട്. സോ അതിന്റെ പുറത്ത് നമുക്ക് സ്പെഷ്യലി വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് തരാൻ വരാൻ നമ്മളെ സാറുമാര് റെഡിയാണ്. അങ്ങനെയൊക്കെ. പിന്നെ ഒരു സ്പെഷ്യൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കോച്ചിന്റെ അല്ലാതെ തന്നെ വേറെ കോച്ചുമാരൊക്കെ ക്ലാസ് കിട്ടാറുണ്ട്. ഇപ്പൊ നാഷണൽ ചാമ്പ്യൻഷിപ്പിനൊക്കെ പോണ ടൈം ആകുമ്പോൾ യൂനിസ് സാർ ഉണ്ട്, സാറ് സ്പെഷ്യൽ ക്യാമ്പ് കിട്ടാറുണ്ട്. അതുമാതിരി സഞ്ജു മാഷ ക്ലാസ് ഉണ്ടാവലുണ്ട്. ഇപ്പൊ മിഞ്ഞാന്ന് കൂടെ അവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ടെക്നിക്സും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മള് ആ ഒരു പ്രോസസ്സില് നമ്മളെ കോച്ചിനായിട്ട് ഭയങ്കര ഒരു കണക്ഷനും ഓരോ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. നമുക്ക് ഓരോടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുന്നില്ലൊരു സാധനം ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആ റിങ്ങില് വിൻ ചെയ്ത് ഉറപ്പാണ്. സോ പിന്നെ നമുക്ക് നമ്മുടെ സാറുമാരെ ത്രൂ തന്നെ കുറെ ഫീൽഡിലുള്ള വേറെ വേറെ സാറുമാരെ കോണ്ടാക്ട് ചെയ്യാനും ഓരോ സ്പെഷ്യൽ ക്യാമ്പുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇതൊക്കെ ഉണ്ടാക്കി തരും. സോ അതിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വെറൈറ്റി ടെക്നിക്സും ഇപ്പൊ ഒരാൾക്കുള്ള ക്വാളിറ്റിയും ഒരാളുടെ അടുത്തുള്ള ടെക്നിക്സ് ആവില്ലല്ലോ വേറൊരാളുടെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മളെ സാറ് പറഞ്ഞില്ലാത്ത കുറെ കാര്യം വേറൊരാളെ നിന്ന് കിട്ടും. സോ നമുക്ക് ഈ ഒരു ജേണിയിൽ യൂനിസ് മാഷ്, സഞ്ജു മാഷ്, ഷെജീഖ് മാഷ് ഇവരെല്ലാവർക്കും വലിയൊരു റോൾ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ തന്നെ ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഓല് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റൂല. നാഷണൽ ക്യാമ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തന്നിട്ടും നമ്മള് വീക്ക് ആവാതെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. എന്നാ പ്രഷർ ചെയ്യല്ല, എന്നാ നമ്മൾ ജയിക്കണം എന്നുള്ളത് ഓല കൂടെ ആവശ്യമാണ്. നമ്മൾ ആ ഒരു വിൻ ചെയ്ത മൊമെന്റിൽ ഓലാണ് നമ്മളെക്കാളും ഹാപ്പി ആയിട്ടുള്ളത്. എന്റെയൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ റീസ് മാഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഒരു മെഡലും കൊണ്ട് വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. മാഷ്മാർക്ക് ഓൽക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ അതാണ്. പിന്നെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യും ചിലപ്പോ ചൂടാവണമാരൊക്കെ പറഞ്ഞു തരും. പക്ഷെ അപ്പൊ നമുക്ക് ഉടായ്പൊക്കെ കാട്ടിക്കാണ്ട് പുഷപ്പിന്റെ സമയത്ത് ഉടായ്പൊക്കെ കാട്ടുന്നുണ്ടെങ്കിലും പിന്നെ റിങ്ങിൽ നിൽക്കുമ്പോഴാ തോന്നുക മാഷ അന്ന് പറഞ്ഞത് കൊണ്ട് അന്ന് നമ്മള് മാക്സിമം ചെയ്തത് കൊണ്ട് മാഷ ആ പ്രഷർ കാരണം ഇപ്പൊ ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം. ട്രെയിനിങ് ഹാർഡ് വർക്ക് ചെയ്യല് നിർബന്ധമാണ്. നമ്മളെ മാക്സിമം എഫേർട്ട് നമ്മൾ അവിടെ ഇടന്നെ വേണം, എന്നാലേ ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. ഈ റിങ്ങിൽ കയറുമ്പോ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? റിങ്ങിൽ കയറുമ്പോ നല്ല ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ റിങ്ങിൽ കയറി എക്സ്പീരിയൻസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈറ്റ് ചെയ്യാൻ വിളിച്ച ടൈമിൽ തന്നെ ഭയങ്കര ടെൻഷന്. ഇറങ്ങൂല എന്നുള്ള മാതിരി, എനിക്ക് പറ്റൂല, ഞാൻ റിങ്ങിൽ ഇറങ്ങൂല എന്നുള്ള മാതിരി. മാഷ്മാര് ഭയങ്കര പ്രഷർ ചെയ്യും. അതേമാതിരി പ്രഷർ ചെയ്യല്ല, നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് കിട്ടും. പക്ഷെ ഫസ്റ്റ് റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എക്സ്പീരിയൻസ് ആണ്. എന്തെന്ന് പറഞ്ഞാലും ഇറങ്ങുന്നില്ല മാതിരി. നമുക്ക് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ റിങ്ങക്ക് ഇറങ്ങുന്ന ടൈമിൽ ഒന്നും കേൾക്കൂല. ആ റിങ്ങക്ക് കയറുന്ന ടൈമിൽ ഒന്നും മനസ്സിലാവൂല. ആകെ ഒരു സൈലൻസ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. മാഷ്മാരും ഒപ്പല്ലോലൊക്കെ പറഞ്ഞു നമ്മൾ ഇറങ്ങണം. പക്ഷെ ആ റിങ്ങിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഫസ്റ്റത്തെ ആ ഒരു 30 സെക്കൻഡ് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യണേന്ന്. പിന്നെ എന്തെങ്കിലും ഒരു വർക്ക് പിന്നെ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങും സാറുമാര് പുറത്തുനിന്ന് പറയണേ. അപ്പൊ ഈ സാറ് പുറത്തുനിന്ന് പറയുന്ന ഒരു സംഭവം ഒക്കെ അവിടെ യൂസ് ചെയ്യാൻ പറ്റി. നമ്മൾ യൂസ് ചെയ്ത ആ ഒരു പഞ്ച് അവിടെ ഓപ്പോണന്റിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആക്കാറ് ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ ബാക്കിൽ നിന്ന് അപ്പൊ നമ്മൾ ആ ചെയ്ത സാധനത്തിന് സാറ് പുറത്തുനിന്ന് ഗുഡ് ആ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പോണൻസ് സപ്പോർട്ട് ചെയ്തൊരു ക്ലാപ്പ് തന്നു കഴിഞ്ഞാൽ ഓപ്പോണന്റിന്റെ ടീം ലാസ്റ്റ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഓപ്പോണന്റിന്റെ ടീം തന്നെ നമ്മള് ആക്സെപ്റ്റ് ചെയ്യാണല്ലോ. ആ ഒരു സംഭവം എത്തുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഫസ്റ്റ് റിങ്ങിന്റെ ലൈഫിൽ ഞാൻ മറക്കൂല. അത്രയും പേടിച്ച് കരയ വരെ ചെയ്ത മാതിരിയാണ് എനിക്ക് ഇറങ്ങിക്കണത്. ദെൻ ഇപ്പോ പിന്നെ നമ്മൾ കുറെ റിങ് ഇങ്ങനെ ഇറങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും. കുറെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓപ്പണന്റ് എന്താ ചെയ്യാന്നുള്ളതും കുറച്ചൊക്കെ ക്യാച്ച് ചെയ്യാൻ കിട്ടും. അപ്പൊ പിന്നെ ഓക്കെയാണ്. അപ്പൊ പിന്നെ ഇപ്പോ വലിയ കുഴപ്പമില്ലാതെ പേടിയില്ലാതെ ഇറങ്ങും. ആദ്യമൊക്കെ ഭയങ്കര പേടിയിരുന്നു. ഇതില് മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഏതൊരു മാർഷൽ ആർട്സ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഉഷു ആകുമ്പോൾ ഉഷുവിലുള്ള സംഭവം നമുക്ക് ഇവിടെ കിക്ക് ബോക്സിംഗിൽ എടുക്കാൻ പറ്റില്ല. കിക്ക് ബോക്സിംഗത്തല്ലോ ബോക്സിംഗിൽ വരുന്നത്. പിന്നെ ഡിപ്പെൻസ് ഓപ്പണന്റിനനുസരിച്ചിരിക്കും നമ്മളെ മൂവ്മെന്റ്സ്. ഓപ്പണന്റ് എന്താ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് മാറ്റാനും ഇതാക്കാനും. പിന്നെ ഫുഡ് വർക്ക് ഉണ്ട്, ഫുഡ് വർക്ക് യൂസ് ചെയ്യുക, റോൾ ചെയ്യുക, അങ്ങനെ അതൊക്കെ ഓപ്പണന്റ് എന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മളിതിൽ ഇങ്ങനെ മാറ്റം വരുത്തുകയാണ്. പിന്നെ ഭയങ്കര കോണ്ടാക്ട് ആണ് അറ്റാക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ലീൻ ബാക്ക് ചെയ്യുക, അതേമാതിരി കയറേണ്ടതുണ്ടാവും, ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറേണ്ടതുണ്ടാവും. അങ്ങനെ കുറെ വർക്ക്സ് ഒക്കെ ഉണ്ട് ഇതിൽ. ഈ കിക്ക് ബോക്സിംഗിൽ എന്താണ് ഓർമ്മകളിൽ ഇഷ്ടപ്പെട്ടൊരു ഓർമ്മയായിട്ടുള്ളത്? ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട്. നമുക്ക് കുറേ ട്രിപ്പ് പോണ മാതിരിയാ. ഒരു ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ എവിടെ വേണമെങ്കിലും പോവാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ്മാരെ ഭയങ്കര രസമാണ്. ആ ഒരു ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോൾ നമ്മൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞവരെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് പറഞ്ഞ് പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പൊ ഞാൻ ഗോവയൊക്കെ നാഷണൽസ് പോയപ്പോൾ ഭയങ്കര കുറേ അടിപൊളിയായിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. അതായത് അവിടെ നമ്മൾ ഇറങ്ങിയിട്ട്
ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ കഴിയണ വരെ ഭയങ്കര റിസ്ക് ആയിട്ട് പ്രഷർ ചെയ്തിട്ട് മോർണിംഗും ഒക്കെ സെക്ഷനൊക്കെ തന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പക്ഷെ ഇത് കഴിഞ്ഞാൽ നമ്മള് ബീച്ചിൽ പോയിരുന്ന് രാത്രി അന്ന് എല്ലാവരും, അതാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കുറെ ആൾക്കാരാണ്, നാഷണൽസ് ആണല്ലോ, കേരളത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരും പാടെ ബീച്ചിലിരിക്കണോ, സംസാരിക്കണോ, പാട്ട് പാടണോ, പിന്നെ കുറെ പുതിയ കോണ്ടാക്ട്സ് കിട്ടണു. അപ്പൊ നമുക്ക് അത് ത്രൂ കുറെ സാറുമാരുടെ അടുത്ത് പുതിയ പുതിയ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന സാറുമാരുടെ അടുത്ത് കമ്പനി ആവാൻ പറ്റുന്നു. ഓരോരുത്തർ നിന്ന് കുറെ ടെക്നിക്സ് കിട്ടണു, കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ പറ്റുന്നു. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സംഭവം വരുന്നു. പിന്നെ അതേമാതിരി എക്സാം ഒക്കെ ഉണ്ടാവുമല്ലോ, എക്സാം ഒക്കെ കഴിഞ്ഞ സിലബസ് ഇതൊക്കെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഇതേമാതിരി ഒരു ഫണ്ടായിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞങ്ങള് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി. അന്ന് ഇതേമാതിരി ക്ലാസ്, അതായത് അളങ്ങല്ലൂർ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഇവിടെ കയറിയത്. മന്തി കഴിക്കാൻ കയറിയേക്കിന് ഷെജീഖ് മാഷ് പറഞ്ഞു, എന്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ഉണ്ട് മിസ്രി, അപ്പൊ മന്തി ആരാണ് തോരെ കഴിക്കാന്നുള്ളൊരു സംഭവം, ഇത് കഴിച്ചാല് ചലഞ്ച് പോലെ വെച്ചു. ആള് ഒറ്റയടിക്ക് ഇരുന്ന ഒരു പ്ലേറ്റ് ഫുള്ള് കഴിച്ചു. അങ്ങനൊക്കെ ഭയങ്കര ഷോക്കായി. അത്രക്കും ഫുഡ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാ. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുള്ള ഇൻസിഡൻസ് ആയിരുന്നു. നമുക്കൊരു ഫണ്ടായിട്ട് പിന്നെ ഇടക്കിടക്ക് സാറുമാരിങ്ങനെ, സാറ് നമുക്ക് അവിടെ പോവാ ഇവിടെ പോവാ, സാർക്ക് സ്ഥിരം കൊടുക്കൂല സത്യം പറഞ്ഞാൽ. സ്പെഷ്യലി ഞായറാഴ്ചത്തൊക്കെ ക്ലാസ് കഴിഞ്ഞാല് സാറ് പിന്നെ സാറ് അങ്ങോട്ട് പോവാ നമുക്ക് അവിടെ പോവാ ഇവിടെ പോവാ ഇങ്ങനെ നടക്കും. സാറും പിന്നെ കുറെയൊക്കെ സപ്പോർട്ടാ. പിന്നെ വീട്ടുകാർക്കാണെങ്കിലും സാറുമാരപ്പം വിടുമ്പോ ഭയങ്കര ധൈര്യമായിട്ട് വിടാം. ഓലപ്പാണല്ലോ എന്നുള്ളൊരു ഇത് കൊണ്ട് എവിടേക്ക് വേണമെങ്കിലും വിടും, ഒരു പേടിയില്ല. വീട്ടുകാരായിട്ടും ഭയങ്കര കണക്ഷനാ സാറുമാരൊക്കെ. സോ നമ്മൾ അവിടെ പോണു. ഇപ്പൊ ഇതേമാതിരി ഞങ്ങള് ഇരുമ്പകൻ ചോല അങ്ങനെ പല സ്ഥലത്ത് ഞായറാഴ്ച പോവും, കൊടികുത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോവുക. പിന്നെ അവിടുന്ന് ചാടിച്ചിരിക്കുക, ഒന്നും വേണ്ട. ഡെയിലി ക്ലാസ് കയറുന്നതിന് മുന്നേ മാഷ ക്ലാസ് തുടങ്ങാനായിരിക്കും, മാഷ ഒരു ചാടിച്ചിട്ട് വരട്ടെ. ആ മാഷ അയക്കുമ്പോ എല്ലാവരും സംഭവം ഉണ്ടല്ലോ, നമ്മള് മാഷ് ആ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല, ഭയങ്കര രസമുള്ള കണക്ഷനാ. എനിക്ക് എന്റെ ലൈഫില് തീരെ വിട്ടുകൊടുക്കാൻ ബോധില്ലാത്തതും എന്റെ ലൈഫിൽ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നതും ബോക്സിംഗ് ആണ്. എന്റെ അക്കാഡമി എനിക്ക് ഇപ്പൊ എല്ലാതും, വേറെ ഫ്രണ്ട് സർക്കിളൊന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അക്കാഡമി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അവിടെ വരുമ്പോൾ മാത്രമേ ഞാൻ ഒന്ന് സമാധാനത്തിലേക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയാൻ അവിടെയാണ്. പിന്നെ അതേമാതിരി ഞാൻ പാളിക്കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും എന്റെ മാഷ്ക്കാണ്, വേഗം മനസ്സിലാവും. ഞാനും നല്ല അക്കാഡമിയിൽ ഏതൊരു കുട്ടിക്കും എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുമ്പോഴത്തേന് സാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം സാറുമാർ നമ്മളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയാൻ ആളുണ്ട്, നമ്മളെ കണ്ട് മനസ്സിലാക്കാൻ ഒരാളുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഇഷ്ടമാണ്. എന്റെ ലൈഫ് ഫുള്ള് എന്ന് പറയണ മാതിരി എനിക്ക് ഇവിടെ മാത്രമേ ഇഷ്ടമുള്ളൂ. കോളേജ് ബാക്കിയൊന്നും ഞാൻ വലിയ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇവിടേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര നീച്ചിക്കാൻ വയ്യാന്നുണ്ടെങ്കിലും ഒന്ന് വന്നിട്ട് പോവെങ്കിലും ചെയ്യും. അത്രക്കും സേഫസ്റ്റ് സോണാണ് എന്റെ അക്കാഡമി. ഇപ്പൊ നമ്മൾ പ്രാക്ടീസിന്റെ കാര്യം ഡിസ്കസ് ചെയ്തില്ലേ, അതില് ഈ ഷാഡോ ഫൈറ്റും റിയൽ ഒരു ഒപ്പോണന്റ് മുന്നിൽ വന്ന് നിന്നിട്ടുള്ള ആ ഒരു അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? അത് ആസ് എ ഫൈറ്റർ രണ്ടും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ തനിച്ചായിട്ടുള്ള സമയത്താണെങ്കിലും അതേപോലെ അക്കാഡമിയിൽ ഇപ്പൊ പേരസ് ഇല്ലെങ്കിലൊക്കെ നമുക്ക് ഷാഡോ ഫൈറ്റ് ചെയ്ത് നോക്കണം, യൂസ്ഫുൾ ആണ്. പിന്നെ അതാവുമ്പോ ഷാഡോ ഫൈറ്റ് ആകുമ്പോൾ നമ്മളൊരാൾ ഓപ്പോസിറ്റ് ഒരാളുണ്ട് എന്ന് ഇമേജിൻ ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാന്. പിന്നെ റിയലി ഒരു ഓപ്പണന്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാം. എനിക്ക് പേഴ്സണലി ക്ലാസ്സിലൊക്കെ ആണെങ്കിലും സ്പെയർ ചെയ്യാനാണ് ഒന്നും കൂടെ അടിപൊളിയായിട്ട് തോന്നിയത്. രണ്ടും യൂസ്ഫുൾ ആണ്. ഈ കോമ്പറ്റീഷന്റെ ലിമിറ്റേഷൻസ് എന്താ പറയാ? അതായത് ഒരു കോമ്പറ്റീഷൻ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏജ് കാറ്റഗറീസ് ഉണ്ട്, വെയിറ്റ് കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഏജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അതായത് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, യൂത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. സീനിയർ പറയുമ്പോൾ ഒരു 19 ഇയേഴ്സിന്റെ മോൾക്കൊക്കെ സീനിയറാ. പിന്നെ ചാമ്പ്യൻഷിപ്പിലൊക്കെ ഒരു 14+ അങ്ങനെ കണ്ടിട്ടില്ല, ആ ഒരു ഇതിലൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ സീനിയർ ആണ്, ഇന്ത്യ ഇവന്റിൽ സ്റ്റാർട്ടിംഗ് പറയുമ്പോൾ -48 തൊട്ടാണ് തുടങ്ങണേ. അങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റിൽ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ലോക്കിനെ പറ്റി ഒന്ന് പറയും? അതായത് ഇപ്പൊ ഈ കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞ ഇവന്റിൽ ലോക്ക് സിസ്റ്റം അങ്ങനെ ഇല്ല. അതായത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാലും അപ്പൊ തന്നെ സെക്കൻഡ്സിന്റെ ഉള്ളിൽ അത് വിഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ MMA, പാൻക്രിയാസ് അങ്ങനത്തെ ഒക്കെ ഇതിലാണ് ലോക്കിങ് വരുന്നത്. അത് 5 സെക്കൻഡ്സോളം നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ റെഫറി പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെയാണ് വരുന്നത്. കിക്ക് ബോക്സിംഗിൽ ലോക്കിംഗ് സിസ്റ്റം ഇല്ല കറന്റ്. ഇപ്പൊ ഇതിൽ ലീഗൽ ആൻഡ് ഇല്ലീഗൽ അറ്റാക്സ് അതിനെ പറ്റി ഒന്ന് പറയും? ലീഗൽ ആൻഡ് ഇല്ലീഗൽസ് എന്ന് പറയുമ്പോൾ ഓരോ ഇപ്പൊ കാറ്റഗറൈസ് ചെയ്തു പറഞ്ഞല്ലോ, കിക്ക് ബോക്സിങ്ങിന് 6 ഓരോന്നിലും ഇതായിട്ടുള്ള ഇവന്റ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള റൂൾസ് ഉണ്ട്. K1 നീ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാർഡായിട്ട് ചെയ്യേണ്ട കിക്സ് ഉണ്ട്, ലോ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്, ടച്ച് ആൻഡ് വിഡ്രോ സിസ്റ്റം ഉണ്ട്, അങ്ങനെയൊക്കെ. ദെൻ ഇപ്പൊ ടോട്ടലി ഈ പറഞ്ഞ 6 കാറ്റഗറിയിലും മെയിൻ ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ബാക്ക് ബോഡി അറ്റാക്ക് ഇല്ല. അതാണ് ഇപ്പൊ കോമൺലി എല്ലാതും വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. ഇതിന് ഫൗൾ എങ്ങനെയാ മനസ്സിലാവുക? ഫോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെന്റർ റെഫറി ഉണ്ടാവും. ഒരു 2 ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ
രണ്ടാളടുത്തും കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് റൂൾസ് എന്നുള്ളത്. ദെൻ ഏത് ഫൈറ്ററാണ് നെഗറ്റീവായിട്ട് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടമൊക്കെ വാർണിംഗ് കൊടുക്കും. ദെൻ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് സെൻട്രൽ റെഫറിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ടാക്കാരം ബാക്കി അവിടെ നടക്കുക. ആദ്യം വാർണിംഗ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ചില ഫൈറ്റിലൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് പഞ്ചിങ് ഒന്നും ഇല്ലാന്നുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ അവിടെ കടന്നിട്ട് പിന്നെയും ഫൈറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് സെൻട്രൽ റെഫറി തീരുമാനം എടുക്കണോ, ഡിസ്ക്വാളിഫൈ അടിക്കണോ, ആ വീണ ആള് വിന്നറായിട്ട് അടിക്കണം. ഈ റിങ്ങില് സന്തോഷം തോന്നിയൊരു നിമിഷം പറയാം. ഫസ്റ്റ് ടൈം റിങ്ങിൽ കയറി. അപ്പൊ അവിടെ ഫൈറ്റ് ചെയ്യാന് മാഷുമാര് പേടിച്ചിട്ട് ഇറങ്ങാതിരുന്ന പോലെ പ്രഷർ ചെയ്താണല്ലോ ഇറങ്ങിയത്. അങ്ങനത്തെ ഒരു ടൈമിൽ മാഷ് പറഞ്ഞ സംഭവം ഒക്കെ അവിടെ പിന്നെ കുറച്ച് ടൈം ലാഗ് ചെയ്തിട്ടാണെങ്കിലും സെക്കൻഡ് റൗണ്ട് ഒക്കെ ആയപ്പോഴത്തേന് മാഷുമാര് പറയണത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റിയതും, ഒരു പറഞ്ഞ സെയിം സാധനം നമ്മൾ ചെയ്തപ്പോൾ അത് ഓപ്പോണന്റിനായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ മെഡലൊക്കെ അടിച്ചു കഴിഞ്ഞ് റിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് മാഷ് എടുത്തിട്ടുണ്ട് ആ മെഡൽ ഇട്ട് കൊടുക്കാനൊരു വരവ് ഭയങ്കര രസമുള്ള ഒരു കയ്യെ ആരാണ് വിന്നർ എന്ന് പ്രഖ്യാപിക്കുമല്ലോ. ആ ഒരു ടൈമിൽ ഭയങ്കര ആരെയിരിക്കും ഇപ്പൊ നമ്മള് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും. അതിന് നമ്മളെ കയ്യോ പിന്നെ ഒന്നും അറിയില്ല. പിന്നെ നേരെ മാഷ് അടുത്തേക്ക് എത്തിയാൽ മതി ആ മെഡലും കൊണ്ട് ഇതില്ലൊരു മൈൻഡാവും. ഇപ്പൊ ദിൽനയ്ക്ക് റിയൽ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ കിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിയൽ ലൈഫിൽ എനിക്കൊരു സിറ്റുവേഷനിൽ കിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ആവാം എനിക്ക് ആ ഒരു എന്നെ തന്നെ സേഫ് ആക്കിയാണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഞാനൊരു ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്ന ഒരാളായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് കുറെ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, കുറെ റിങ്, കുറെ എക്സ്പീരിയൻസ് കിട്ടി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കത് ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാത്ത എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ദിലിനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള മൂവീസ് എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു കൊറിയൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേർഷനാണ് കണ്ടത്, മലയാളം. പക്ഷെ അതിലൊരു ലേഡി ക്യാരക്ടർ ഉണ്ട്. ആളെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യണത് ബോക്സിംഗ് ആണ്. അയാള് ഭയങ്കര ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ബോക്സിങ്ങിൽ വന്ന് കറന്റ്ലി നല്ലൊരു ഫൈറ്റർ ആവുകയാണ് ലാസ്റ്റ്ക്ക്. അയാളെ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് സേഫ് ആക്കാനും അങ്ങനെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എഫക്ട് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാണാന്. അതിന്റെ ആ സപ്പോർട്ടും സർക്കിളും ഒരാളെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തു എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെനിക്ക് നല്ല എഫക്ട് ചെയ്തൊരു മൂവിയാണ്. ദിൽനയുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്ന് പറയുമോ? ഞാൻ പുറത്ത് ഫ്രണ്ട്ഷിപ്പ് വല്ലാതെ ഫോളോ അപ്പ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിയിലുള്ള ഫ്രണ്ട്സാണ്. അവിടെ ഭയങ്കര കണക്ഷനാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ അക്കാഡമി മാത്രമല്ല, നമ്മളെ ബ്രാഞ്ചിന്റെ തന്നെ വേറെ അക്കാഡമിയിലൊക്കെ എനിക്ക് കുറെ കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ ബോക്സിംഗ് ത്രൂ കുറെ സ്പോർട്സ് തന്നെ എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഓലൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ളത്. പിന്നെ സാറുമാരും ഭയങ്കര ഫ്രണ്ട്ലി വൈബാണ്, നമുക്ക് എന്ത് വെച്ചാൽ പറയാം. പിന്നെ എസ്പെഷ്യലി എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ളത് എൻ്റെ അനിയത്തിയാണ്. പിന്നെ അമ്മ അപ്പ ഇവരാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്കല്ല എന്തും ചെന്ന് പറയാം. ഭയങ്കര ഫ്രീഡം, ഒരു ഫ്രണ്ട്ലി വൈബാണ് ഒരിടത്ത്. അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത്. അത് ചോദിക്കാൻ പറഞ്ഞു. ഫാമിലിയിൽ ഇറക്കിയ ഫാമിലി ഇപ്പ അമ്മ അനിയത്തി. അപ്പന്റെ പേര് മുഹമ്മദ്. ഇപ്പൊ പുറത്ത് ദുബായിൽ വർക്ക് ചെയ്യാണ്. ഇമ്മ അതേപോലെ റെയ്ഹാനത്ത് നമ്മുടെ കോളേജിലെ ടീച്ചറാണ്, കോട്ടപ്പാടം. ദെൻ അനിയത്തി ഇപ്പൊ 10th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഷ സിയ എന്നാണ് പേര്. പിന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഓളാണ്. ഞാനൊരു ചാമ്പ്യൻഷിപ്പോ ഒരു മാച്ചോ കഴിഞ്ഞ് വരുമ്പോ ഫസ്റ്റ് ഉമ്മ ചോദിക്കുക ഇതോടുകൂടി കഴിഞ്ഞില്ലേ എന്നുള്ള ക്വസ്റ്റ്യനാ. പക്ഷെ അനിയത്തി ആണെങ്കിൽ അടുത്ത് അവൾക്കാണ് ഇൻട്രസ്റ്റ്. ഞാൻ ഇനി പോകണുണ്ടോ, എവിടേക്കാണ്, ഏത് സ്ഥലത്താ കിട്ടിയെന്നൊക്കെ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോക്സിങ്. മൂപ്പര് ഞാൻ ചെറുതായപ്പോ മുതലേ ബോക്സിങ്ങിന്റെ ഫൈറ്റും വീഡിയോസും കാണണേണ്. പക്ഷെ ഞാൻ ഈ ബോക്സിങ് ഫീൽഡിലേക്ക് വന്നപ്പോ മൂപ്പരാള് കുറച്ചിങ്ങനെ മറ്റേത് ഞാനാളെടുത്തിരിപ്പോ ഫുള്ള് ബോക്സിങ് വീഡിയോസ് സാധനങ്ങൾ കാണുന്ന പരിപാടിയാണ് എപ്പോഴും. ഇത് പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോ കുറച്ച് ഗ്യാപ്പെല്ലാം മാറി. എന്നിട്ട് ഉമ്മക്ക് ഇഞ്ചുറി ആവുന്നില്ല പേടിയും കൊണ്ടാണ്, സപ്പോർട്ടാണ്. പക്ഷെ ഇഞ്ചുറി അവൾക്ക് ഭയങ്കര പേടി അമ്മക്ക്. ബാക്കി ഇവന്റ്സിനൊക്കെ എന്നെ വിടും, ബോക്സിംഗ് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ ആർക്കും അറിയില്ല ബോക്സിങ്ങിൽ മറ്റേ ഫുട്ബോളിലൊക്കെ നല്ല ഇഞ്ചുറി വരുന്നുണ്ട്, അത്രയൊന്നും ഇതിൽ വരുന്നില്ല എന്നവർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാണല്ലോ. അല്ലെ വിചാരം കല്ലാനായിട്ട് പോവാ, അടി വാങ്ങാനായിട്ട് പോവാ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന്ന് പറയും ഞങ്ങൾ അന്ന് തച്ച് വളർത്തിയില്ല, അപ്പൊ നാട്ടുകാർ അടി വാങ്ങാൻ നടക്കാണ് പറയും. പിന്നെ അനിയത്തി തന്നെ ടോപ്പാണ്, ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഓളിന്റെ ഞാൻ ആള് സ്പോർട്സിലൊന്നുമില്ല, പക്ഷെ അക്കാഡമിയിൽ അവള് ഭയങ്കര കണക്റ്റഡാ. എന്നെക്കാൾ ഇഷ്ടമാണ് എന്റെ മാഷ്, എന്റെ ക്ലാസ് പോലെ എല്ലാവരും ഓള ആൾക്കാരാണ്. പുറത്ത് നിന്നിട്ട് പറയാം ഞാൻ അക്കാഡമിക്ക് പോയിനു അങ്ങനെ ഇങ്ങനെ പരിപാടിക്കൊക്കെ. പിന്നെ മാഷാണെങ്കിലും തന്നെ ഓളെ ഇങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിലും ഓളെ ഇൻവൈറ്റ് ചെയ്യും, ഒരു ഫാമിലി പോലെ കൊണ്ടെടുക്കണം. ഓൾക്കും ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ആളിങ്ങനെ ചേരണമെന്ന് പറയുന്നുണ്ട്, എനിക്കാണ് ആള് ചേരുന്നതിൽ പേടി. ദെൻ പിന്നെ ഫാമിലി പറയുമ്പോൾ ഉപ്പാന്റെ വീട്ടുകാര് ഫുള്ള് സപ്പോർട്ടാ. ഏത് രാത്രിയാണെങ്കിലും ഏത് നേരത്തെ ഞാൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് കൊണ്ടുവരാൻ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ മോർണിംഗ് നമുക്ക് ഇവിടുന്ന് നേരത്തെ പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ ആക്കിത്തരും. ഇതിന്റെ ഇപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് മൂത്താപ്പാന്റെ മക്കളും മൂത്താപ്പാരൊക്കെ ആക്കിത്തരും കൊണ്ടുവരൊക്കെ ചെയ്യും. ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഉമ്മാന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ വലിയ സപ്പോർട്ട് ഇല്ല, മീൻസ് അവർക്ക്
ഭയങ്കര പേടിയാണ് ഈ ഇവന്റിനോട്ട്. പിന്നെ ഞമ്മക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഓർക്ക്. അപ്പൊ ഒരു വലിയതെന്ന് പറഞ്ഞാൽ തീരെ സപ്പോർട്ട് ഇല്ലാണെങ്കിൽ പറയാം. എന്നിട്ട് ഓല തന്നെ പറയും എന്റെ പല കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ള സാറങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം. എനിക്ക് എന്റെ കാക്കുമാര് സപ്പോർട്ട് ചെയ്യാണ്, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മൂത്താപ്പാരും ഒക്കെ അത്ലറ്റ്സ് ആണ്, ഓൾറെഡി നാഷണൽസ് മാസ്റ്റേഴ്സ് ഒക്കെ മെഡൽ അടിച്ചവരാണ്. മുന്താപ്പ 2-3 തവണ. അപ്പോ ഓരൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. ദെൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ, ഞാന് കോളേജിൽ നിന്നൊക്കെ ഇപ്പൊ ക്യാമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോ ചിലപ്പോ സാറുമാര് പറഞ്ഞിട്ട് തന്നെ കാര്യം എനിക്ക് ബോയ്സിന്റെ വേറെ ആരെങ്കിലും വരേണ്ടി വരിക. സാറുമാര് ഇവിടുന്ന് വിടുക്കല്ലേ, ഒരു സ്റ്റോപ്പ് അപ്പുറമാണ് കോളേജ്, മന വീട്ടിൽ നിന്നാ പോയിരുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കോന്ന് പറയുമ്പോ സാറ് പറഞ്ഞിട്ടാ പറഞ്ഞില്ല. പക്ഷെ ഇത് നാട്ടുകാര് ചെന്നിട്ട് എന്റെ അവിടുത്തെ വീട്ടില് പ്രശ്നമല്ല, ഇവിടെ ഞാൻ നിന്ന ടൈമില് ഇവിടെ നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം. അതൊക്കെ ഉമ്മാനിറ്റും പേഴ്സണലി ഭയങ്കര ഇടങ്ങേറാക്കിണ്ടായിരുന്നു. അപ്പൊ ഉമ്മാക്കുറ്റും അത് ഒന്ന് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഉമ്മാർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഓലെ ഉമ്മാന്റെ വീട്ടുകാരെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര വലിയ ഇടങ്ങേറായിരുന്നു. എനിക്ക് വന്നിട്ട് ഏറ്റവും ഫേസ് ചെയ്യേണ്ടി വന്ന വലിയ പ്രശ്നം അതാണ്. നമ്മളെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് ഒരാൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇപ്പൊ ബോക്സിംഗ് ഇഷ്ടപ്പെട്ടു വരുന്ന കുട്ടികള് അവരോട് ദിൽനയ്ക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരു സംഭവത്തിനോട് ഭയങ്കര പാഷനായിട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ അത് സക്സസ് ആവും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, അതിന് വേണ്ടി എഫേർട്ട് ഇട്ടോളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടിക്ക് ജോയിൻ ആവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഏതൊരു മാർഷൽ ആർട്സ് ആവട്ടെ, ഇന്നത് നല്ല ഏതിലാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ആ കുട്ടിന്റെ വീട്ടുകാരും ഒക്കെ ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയി ആക്കാൻ റെഡി ആക്കാറും. പക്ഷെ ഇവർക്കൊക്കെ ഉള്ളിലൊരു ഇതുണ്ടാവും, ഇപ്പൊ നമ്മളെ റിലേറ്റീവ്സ് എന്ത് പറയും, നാട്ടുകാർ എന്ത് പറയും, ഞാൻ എന്റെ കുട്ടീനെ അങ്ങനെ അവിടെ തല്ലാൻ കൊണ്ടേയാക്കി, ആ ഒരു മൈൻഡ് എടുക്കുവോ, അങ്ങനെ നാട്ടുകാർ ഒക്കെ പേടിച്ചിട്ടുണ്ടല്ലോ. വീട്ടില് പേരൻസ് സപ്പോർട്ടാണെങ്കിലും ഓല അതിനൊന്നും ഇങ്ങോട്ട് കുട്ടികളെ വലിപ്പിക്കും. അത് ചെയ്യരുത്. നിങ്ങളെ കുട്ടിയൊക്കെ എന്തെങ്കിലും ജോയിൻ ചെയ്യണം എന്ന് പറയണോ, അതിൽ കൊണ്ടേ ആക്കുക. എനിക്ക് പാരന്റ്സിനോടാ പറയാനുള്ളത്, കുട്ടികളെ അതിൽ ഭയങ്കര ഹാപ്പി ആക്കാറ്. ഓല് മെന്റലി ഫിസിക്കലി ഒക്കെ ഓല അതിൽ ഭയങ്കര, ഓൽക്ക് അതുകൊണ്ട് ഭയങ്കര എന്തായാലും നല്ലതല്ലാതെ ഓൽക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മാർഷൽ ആർട്സ് ആവട്ടെ, ഏതൊരു ഇവന്റിൽ വന്ന് ജോയിന്റ് ആവുകയാണെങ്കിലും ഓൽക്ക് ഭയങ്കര റിലാക്സേഷൻ ആകാറും. ഓല പ്രഷറും സംഭവങ്ങളൊക്കെ ഇവിടെ വരുമ്പോ മാറും. ഓൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഓലതായിട്ടുള്ള ഒരു സ്പേസൊക്കെ വിടുക, വേണ്ടാത്ത കാര്യത്തിനല്ലല്ലോ വിടുന്നത്. ഇതുകൊണ്ട് ഓലൊരു പോയിന്റിൽ സക്സസ് ആവുമ്പോൾ ഓലൊരു റീച്ച് കാണുമ്പോൾ പാരന്റ്സിനേക്കാളും ഭയങ്കര ഹാപ്പിനെസ്. അപ്പൊ ഈ കുറ്റം പറഞ്ഞ പോലെ ഈ എന്റെ കുട്ടീനെ അവിടെ പറഞ്ഞാൽ ചോദിക്കുന്നവർ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ നെഗറ്റീവ് ആക്കണ ഫസ്റ്റത്തെ ആൾക്കാർ നമ്മളെ നാട്ടിൽ തോലാക്കാരും. പിന്നെ എന്റെ കേസിൽ വരികയാണെങ്കിൽ തന്നെ ഞാൻ ഫസ്റ്റ് പോകുന്നപ്പോ നല്ല നെഗറ്റീവ്സ് കിട്ടിയിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഇമ്മാൻ അറിയണവരാണെങ്കിലും അങ്ങനെ കുറെ നെഗറ്റീവ്സ് ആണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഒരു പെൺകുട്ടിയുള്ളൂ. ഓൾക്കൊക്കെ ഭയങ്കര അത്ഭുത. ഈവനിങ് ആണ് ഒരു കുട്ടി കിറ്റ് കൊടുത്ത് ഇറങ്ങുന്ന ചെക്കന്മാർ ഗ്രൗണ്ടിൽ പോകണ മാതിരി ആ ഒരു സംഭവം. ഇപ്പൊ കറന്റ് എന്റെ നാട്ടിൽ തന്നെ ഒരു 4-5 ഗേൾസ് ഉണ്ട്. ഞങ്ങളെല്ലാരും പാടെ ഒപ്പം പോകണം. ഇന്നെ പറഞ്ഞ ആൾക്കാർ കുട്ടികളെ വരെ ജോയിൻ ചെയ്യിപ്പിക്കൽ തുടങ്ങി. ഓൾക്ക് ഞാൻ ലേറ്റ് ആയി വരുമ്പോൾ ഓൾക്ക് ഭയങ്കര സംഭവം പോലെ അങ്ങനെ ഇങ്ങനെ പറയണം. അപ്പൊ ആരും ഒന്നും ചോദിക്കണമില്ല. എല്ലാവർക്കും അറിയാം നമ്മൾ വേണ്ടാത്തൊരു കാര്യത്തിക്കല്ല പോണേ. നമ്മൾ പോയിട്ട് നമ്മൾ അച്ചീവ്മെന്റ്സ് ഇവിടെ കൊണ്ടുവരുമ്പോൾ നേരിട്ട് കാണാനുള്ള നമുക്ക് എന്താ കിട്ടി, എന്താ ചെയ്തത് എന്നുള്ളത്. അപ്പോ ഓലത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അതിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണെങ്കിൽ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ അതിൽ സക്സസ് ആവണ ഒരു ടൈം ഉണ്ട്. അതുവരെ നമ്മൾ കുറെ നെഗറ്റീവ്സ് ഫേസ് ചെയ്യേണ്ടി വരും, കുറെ ഇടങ്ങാറാവേണ്ടി വരും. ഇവർ ഈ പറയുന്ന സാധനമൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഫീൽ ആവുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അക്കാഡമിയിൽ കൊയങ്ങി വരാം. കാരണം നേരത്തെ ഓൻ അങ്ങനെ പറഞ്ഞു, ഇവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു നമുക്ക് പോലെ എടുത്തെറിയാക്കെ തോന്നും. പക്ഷെ എന്താ നമ്മൾ ക്ഷമിച്ച് നിൽക്കുക. ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നമ്മൾ സക്സസ് ആവും. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ആക്കിയവരൊക്കെ തിരിച്ചു പറയും. അതുവരെ വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ ചെറുപ്പത്തിൽ തന്നെ മാക്സിമം കുട്ടികൾ ഇങ്ങനത്തെ ഒരു ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ബോഡി ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആവും, അവർക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇവന്റിൽ കുട്ടികളെ എപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കാം. അതാകുമ്പോൾ കുട്ടികൾ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് അങ്ങനെ സംഭവത്തേക്കൊന്നും പോകൂല. അപ്പൊ നമ്മൾ ഈ ഒരു ഇവന്റിൽ ഉണ്ട് വെച്ചാൽ നമ്മുടെ ബോഡി നമ്മൾ നല്ലോണം നോക്കും. ഏതൊരു ഇവന്റ് ആണെങ്കിലും ഒരു സ്പോർട്സ് ഏതിലുണ്ടെങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ ബോഡിനെ അടിപൊളിയായി കൊണ്ടുവെക്കാൻ നോക്കും. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് അങ്ങനത്തെ സംഭവത്തേക്കൊന്നും പോവാതെ ശരിക്കും നല്ലൊരു നമുക്ക് നമ്മളെ കുട്ടീനെ സത്യം പറഞ്ഞാൽ നല്ലൊരാളാക്കാൻ താല്പര്യം ഉണ്ട് വെച്ചാല് ഇവിടെ ഒരു 2 മണിക്കൂർ ഇവിടെ പറഞ്ഞേക്കാണെങ്കിൽ കുട്ടി അടിപൊളിയായി പോവാ. നേരത്തെ റോഡിൽ പോയിരുന്നു കണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഗേൾസും ബോയ്സും ഒക്കെ കണക്കാം, അവിടെ കൊണ്ടുപോയിട്ടു ഇവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കണ്ട് ഫ്രണ്ട് സർക്കിളിൽ കുറെ നെഗറ്റീവ് സാധനം ഫീൽ ചെയ്ത് കണ്ട് കുറെ ഡ്രഗ്സ് അങ്ങനെ ആ ലെവലിലേക്ക് പോണ ആൾക്കാരുണ്ട്. അതേ ടൈമിൽ ഓലി പോണ സെയിം ടൈമിൽ നമ്മൾ ഇവിടെ 2 മണിക്കൂർ എടുക്കണുള്ളൂ. അതുകൊണ്ട് നമുക്ക് അച്ചീവ്മെന്റ്സ് മാത്രമേ വരുള്ളൂ. ഒരു കുട്ടിക്ക് ഒരു കാര്യം ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സ് കുട്ടീന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യമാണല്ലോ ഫ്രീ ആയിട്ട് വിടുക. അതിൽ ആ കുട്ടി ഷുവറായിട്ട് സക്സസ് ആവും. സക്സസ് ആവുമ്പോൾ നിങ്ങൾ തന്നെക്കാരെ ഏറ്റവും കൂടുതൽ നാട്ടുകാരെക്കടിയിൽ പ്രൗഡ് ആവാൻ പോണത്. അത് മനസ്സിലാക്കിയാൽ മതി.
എന്തായാലും ദിൽന ഇത്രയും സമയം ദിൽനയുടെ അനുഭവങ്ങൾ, പാഠങ്ങൾ, ദിൽന പഠിച്ച ലെസൺസ്, ലൈഫിൽ നിന്ന് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്തതിന് വലിയൊരു സമയം മൈൽസ്റ്റോണിന് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഉയരങ്ങൾ ദിൽന സ്വപ്നം കണ്ട പോലെ, ദിൽനയുടെ ലക്ഷ്യം പോലെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എനിക്കും തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ എടുത്ത് നന്ദിയുണ്ട്. മൈൽസ്റ്റോൺ മീഡിയ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഹൃദയം നിറഞ്ഞ്. എല്ലാം നമ്മളെ മാറി ഓരോ നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും. കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുമ്പോഴേക്കാരും ഇന്നെ തന്നെ അറിയാത്ത എത്ര ആൾക്കാരുണ്ടാവും ഇന്റെ നാട്ടിൽ തന്നെ. ഓലൊക്കെ അപ്പോഴേക്കാരാ ഈ കുട്ടി ഇതിനാണില്ലേ പോയത് എന്ന് തിരിച്ചറിയാലൊരു വേദിയും കൂടെയാണ്. നമ്മളെപ്പോഴും നെഗറ്റീവ് ആക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അങ്ങനൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ ആ കുട്ടി അവിടെ എത്തില്ലേന്ന് തോന്നുമ്പോ അപ്പോലെ ഓൽക്കും ഓല മക്കളൊക്കെ വിടാന്നുള്ളൊരു സംഭവം വരും. എനിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് തന്നതിന് മൈൽസ്റ്റോൺ മീഡിയയുടെ ഹൃദയം നിറഞ്ഞ് നന്ദിയായിരിക്കും. താങ്ക് യു.